നമ്മളിപ്പോൾ തേവക്കലുള്ള ഒരു സൈറ്റിലാണുള്ളത്. ഇവിടത്തേക്ക് വേണ്ട A to Z ഐറ്റംസ്, അഥവാ പ്ലൈവുഡ് മുതൽ ഹാർഡ്വെയർ ഐറ്റംസ്, കിച്ചൺ ആക്സറീസ്, വാർഡ്രോബ് ആക്സറീസ്, അങ്ങനെ കംപ്ലീറ്റ് ഐറ്റംസ് നമ്മുടെ ജിയോ ഇൻറ്റീരിയോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാർപ്പൻറ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്ക് ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചറിയാം. ഇതാണ് നമ്മുടെ സുധീഷ് ചേട്ടൻ. പുള്ളിയാണ് ഇവിടുത്തെ വർക്കൊക്കെ ചെയ്യുന്നത്. നമുക്ക് പുള്ളിയോട് തന്നെ എന്താണ് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് സുധീഷ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസം. ഇപ്പോൾ തൃക്കാക്കര ഇവിടെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ വർക്കിൻ്റെ സാധനങ്ങളെല്ലാം കൂടുതലും ഞാൻ ട്രിവാൻഡ്രത്താണ്. ഇവിടെ മാത്രമല്ല, നമ്മൾ എവിടെ പോയിരുന്നാലും വർക്കിനുള്ള സാധനങ്ങളെല്ലാം ട്രിവാൻഡ്രത്ത് നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് സാധനത്തിൻ്റെ കുറവെന്ന് അനുസരിച്ച് ഞാൻ കുറച്ച് ഫെവിക്കോളിൻ്റെ കുറച്ച് ഹീറ്റെക്സിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ തൃക്കാക്കര ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സ്ഥലത്തിൽ ഈ ജിയോ ഇൻറ്റീരിയർ എന്ന സ്ഥലത്ത് ഈ ബോണ്ട് കണ്ടതിന് ഞാൻ അവിടെ ഇറങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് പ്ലൈവുഡിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് കൊണ്ടുവന്ന സാധനം നമുക്കിവിടെ തികയാതെ വന്നു. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഓർമ്മയിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെ കയറി ഞാൻ നോക്കിയപ്പോൾ പ്ലൈവുഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്ലൈവുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മറൈൻ പ്ലൈവുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാർപ്പൻറ്റേഴ്സിന് എല്ലാവർക്കും അറിയാമല്ലോ. മറൈൻ പ്ലൈവുഡിൻ്റെ ആ ഒരു കളറും അതിൻ്റെ വെയ്റ്റും എല്ലാം നമുക്കറിയാം. ഞാൻ ചെന്ന് ഈ പുള്ളി അമീനെ കണ്ട് ചോദിച്ചു, അങ്ങനെ പ്ലൈവുഡൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതിൻ്റെ പുള്ളീനെ കാണിച്ചു തന്നു. പുള്ളി അവരുടെ ഓൺ പ്രോഡക്റ്റാണ് ജിയോ ബോണ്ട് എന്ന് പറയുന്നത്. എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ കളറ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കൊള്ളാം എന്ന് തോന്നി. ഞാനത് എടുത്തു, ഒരു കൈ കൊണ്ടൊന്ന് എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് മറൈൻ പ്ലൈവുഡ് എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റും. പോയിട്ട് ഞാനതൊരു ഏകദേശം 10-30ഓളം ബോർഡ് എടുത്തായിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചതിൻ്റെ ഇതിൽ പറയുകയാണ്. അതായത് നമുക്കിത് ഈ സാധനം അറിയാമല്ലോ, നമ്മളൊരു പ്ലൈവുഡ് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആയിരിക്കില്ല, ഗ്യാപ്പുണ്ടാകും. ഇത് നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് അല്പം പോലും ഗ്യാപ്പില്ല. ഇതിൽ നമുക്ക് ആണി അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആണി അടിക്കാൻ പറ്റും. ആണി അടിച്ചാൽ കീറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വേറൊരു കാര്യം ഞാൻ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന സാധനം ക്വാളിറ്റി എന്ന് പറയാൻ ഒരു കുറ്റം പറയാനല്ല. നമ്മളൊരു മറൈൻ പ്ലൈവുഡ് എടുക്കുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഒരാണി അടിക്കുമ്പോൾ ആ ഒരു ലെയർ കീറരുത്. അതാണ് മറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ജിയോ ബോണ്ട് എന്ന സാധനം അതിൽ എങ്ങനെ വേണം നമുക്ക് പണി ചെയ്യാം, ആണിയടിക്കാം, സ്ക്രൂ ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് മാറില്ല. ഒന്ന്. രണ്ടാമത് വേറൊരു ക്വാളിറ്റി ഞാൻ കണ്ടത്, ഈ പ്ലൈവുഡിൻ്റെ പുറത്ത് നമുക്ക് ഒരു തിരക്കഥ വേണമെങ്കിലും ഇതിൽ എഴുതാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. കാരണം അത് പറയാൻ കാരണം അത്രയ്ക്ക് പേപ്പർ ഫിനിഷാണ് സാധനം. നമ്മൾ പേപ്പറിൽ തടവും പോലെയാണ് നമ്മുടെ ഈ ബോർഡിൻ്റെ ഈ പ്ലൈവുഡിൽ തടവുന്നത്. അപ്പോൾ നമുക്ക് എഴുതുകയാണെങ്കിൽ നമ്മളിതിൽ മയക്ക് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്യാതെ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. മറ്റുള്ള ബോർഡിൽ സ്ക്രാച്ച് ചെയ്യാതെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ സ്ക്രാച്ച് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഫിനിഷിങ് ആയതുകൊണ്ട്. ഇതിപ്പോൾ നമുക്ക് പോളിഷ് വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാം. ജസ്റ്റ് ഒരു പേപ്പർ പിടിച്ചിട്ട് നമുക്ക് പോളിഷ് ഇടാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. 100% ഒരു നല്ലൊരു പ്രോഡക്റ്റ് എന്നാണ്. മറ്റൊരു കാര്യം, ജിയോ ഇൻറ്റീരിയലിനെ കുറിച്ച് വേറെ പറയുകയാണെങ്കിൽ ഏത് പ്രോഡക്റ്റ് നമുക്ക് കിച്ചൺ അക്സസറീസ് ആണെങ്കിലും ഏത് സാധനമാണെങ്കിലും നമുക്ക് അവിടെ ചെന്നാൽ ഒരു സാധനം വാങ്ങാൻ പോലും പുറത്ത് പോകണ്ട എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. ഏത് സാധനം കിച്ചൺ അക്സസറീസ് ഏതാനും അവരുടെ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെന്ന് കയറിയ മുതൽ ഇപ്പം നമ്മുടെ സൈറ്റിൽ കമ്പനിയുടെ ആളെ കൊണ്ടുവന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് അറിഞ്ഞിടാത്ത കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചർച്ച ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ പോകാവൂ. അപ്പോൾ എനിക്കിതാണ് ജിയോ ബോണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ജിയോ ബോണ്ടും ജിയോ ഇൻറ്റീരിയലും നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഞാൻ ഇനിയും ചിലപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ ബോണ്ട് ഞാൻ മാക്സിമം ഞാൻ ഇവിടുന്ന് കൊണ്ടെത്തിക്കാൻ നോക്കും. കാരണം വേറൊന്നുമല്ല, ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ സാധാരണ പ്ലൈവുഡ് എടുത്ത ബാക്കി ഹാൻഡിൽസ് വേറൊരു കടയിൽ പോയി എടുക്കണം. അതുപോലെ കിച്ചൺ ആക്സറീസ് ഏത് സാധനമാണെങ്കിലും നമ്മൾ ഒരിടത്തും പോവാതെ ഈ കടയിൽ മാത്രം പോയി. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ ജിയോയിൽ പോയിട്ട് ഇന്ന സാധനം വേണമെന്ന് നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ നമ്മൾ എടുത്തു പോകും. അത്രയും വിശാലമായ ഒരു ഷോറൂമാണ്. ഏത് ഹാൻഡിലോ ലോക്കോ ഫെവിക്കോള് ഏത് സാധനം, പക്ഷേ ഏത് ഐറ്റംസ് ആയിരുന്നു. നമുക്ക് ടൂൾസ്, കട്ടർ ബ്ലേഡ്, അങ്ങനെയുള്ള സാധനം. പിന്നെ ഇപ്പോൾ കട്ടർ ബ്ലേഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം വന്നത്,
ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധാരണ ഒരു പ്ലൈവുഡ് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ചിലപ്പോൾ ഒരു 10 ബോർഡിന് ചിലപ്പോൾ ഒരു ബ്ലേഡ് മതിയാവും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് 10 ബോർഡിന് ചിലപ്പോൾ 2 ബ്ലേഡ് വേണം. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അങ്ങനെയുള്ള പിന്നെ 6mm പ്ലൈവുഡ് ആണെങ്കിലും അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ താങ്ക് യു.